ഈ പാല എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഒരു വികാരമാണ്, മറ്റൊരു മണ്ഡലം പോലെയല്ല. ആ പാലായും കോട്ടയവും പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് സീറോ ആവിയാണ്. അയാൾ അപ്പുറത്ത് ചാടിയാൽ പക്ഷേ അയാളുടെ കൂടെ റോഷി അഗസ്റ്റ്യൻ ചാടണമെന്നില്ല. ഇപ്പോൾ റോഷി അഗസ്റ്റ്യൻ്റെ കൂടെ പക്ഷേ ആളില്ല. LDF നിന്ന് UDFിലോട്ട് ഇവർ വന്നപ്പോഴേ അതിൻ്റെ നേട്ടം ആകപ്പാടെ കിട്ടിയത് പ്രേമേന്ദ്രന് മാത്രമാണ്. എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷൻ കഴിയുന്നു, അടുത്തിലെ ഒരു കേരളത്തിലൊരു മുന്നണികളിലൊക്കെ കാര്യമായ മാറ്റങ്ങളിലൊക്കെ സംഭവിക്കും? തീർച്ചയായിട്ടും ഉണ്ട്. കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ മുന്നണി സംവിധാനത്തിനകത്ത് മാറ്റങ്ങൾ ഈ അടുത്ത വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ട് നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ KM മാണിയുടെ പാർട്ടി. KM മാണിയുടെ പാർട്ടിക്കെന്ന് വെച്ചാൽ മാണി സാർ ഏതാണ്ട് 50 വർഷം സ്വന്തം കുത്തകാവകാശമായിട്ട് കൊണ്ടു നടത്തിയൊരു മണ്ഡലമായിരുന്നു പാല. ആ പാല അങ്ങേര് മരിച്ചതിന് ശേഷം മോൻ കൊണ്ടുപോയി മോൻ CPMലോട്ട് പോയപ്പോഴത്തേക്ക് ആ മണ്ഡലം കാപ്പൻ്റെ പോയി. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിനകത്തെല്ലാം തുടർച്ചയായിട്ട് ഈ പാല എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഒരു വികാരമാണ്, മറ്റൊരു മണ്ഡലം പോലെയല്ല. ആ പാലായും കോട്ടയവും പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് സീറോ ആവിയാണ് അടിസ്ഥാനപരമായിട്ട്. അപ്പോൾ അവർക്കത് സംഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴും അവർക്ക് ഒരു എന്താ ഈ ഗവൺമെൻറ്റിനകത്ത് അവർക്കുള്ളത് ഒരു റോഷി അഗസ്റ്റ്യൻ ഒരു മന്ത്രിസ്ഥാനമുണ്ട്. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുമ്പ് അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഈ ഉസ്താദുകളാണ് ഈ കേരള കോൺഗ്രസ്സുകളും പ്രാദേശിക പാർട്ടികളും മൊത്തത്തിൽ. അപ്പോൾ അടുത്ത ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന്, ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാണി സാറിൻ്റെ മോനാണ് ഏത് രീതിയിൽ എന്തെങ്കിലും ഒരു കൊനഷ്ടമുണ്ടാക്കിക്കൊണ്ട് അയാൾ അപ്പുറത്ത് അയാൾ അപ്പുറത്ത് ചാടിയാൽ പക്ഷേ അയാളുടെ കൂടെ റോഷി അഗസ്റ്റ്യൻ ചാടണമെന്നില്ല. അപ്പോൾ റോഷി അഗസ്റ്റ്യൻ്റെ കൂടെ പക്ഷേ ആളില്ല. ആ ഇടുക്കി ജില്ലയിലൊരു 5-6 പേരേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഇത് അങ്ങനെ അപ്പുറത്ത് പോകാം. പിന്നെ ഈ ഗവൺമെൻറ് ഇനി അഥവാ UDF സർക്കാർ അധികാരത്തിൽ വന്നില്ലെന്ന് കൂട്ടിക്കോ, വീണ്ടും ഒരു LDF സർക്കാർ വരികയാണ്. ആദ്യമേ പിളരാൻ പോകുന്നത് പിന്നെ ഈ RSP ആയിരിക്കും കേരളത്തിൽ RSP പിളർന്നു കഴിഞ്ഞാൽ അവരൊരു പിന്നെ ഈ ഇടതുപക്ഷ പാർട്ടിയാണ് ബേസിക്കലി. ആ ഇടതുപക്ഷ പാർട്ടിക്കകത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം ഈ AISIS പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ടിരിക്കുന്ന AISIS ഒരു സംശുദ്ധനാണ്, നല്ലവനാണ്. അയാളെ ഉൾക്കൊള്ളുന്നതിനകത്ത് അന്ന് പിണങ്ങിപ്പോയതെങ്കിൽ പോലും അങ്ങനെ ഉൾക്കൊള്ളുന്നതിനകത്ത് അവർക്ക് ഒരു വിഷമവും കാണത്തില്ല. പിന്നൊന്ന് ഷിബു ബേബി ജോണാണ്. ഈ കേരള രാഷ്ട്രീയത്തിലെ ഗീസിംഗറായിരുന്ന ബേബി ജോണിൻ്റെ ബേബി ജോണിൻ്റെ മോനെ ഉൾക്കൊള്ളുന്നതിനകത്ത് അവർക്കൊരു വിഷമവും കാണത്തില്ല. അവർക്ക് വിഷമം പ്രേമേന്ദ്രനെ ഉൾക്കൊള്ളുന്നതിനകത്ത് മാത്രമേ ഉള്ളൂ. പ്രേമേന്ദ്രനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരങ്ങ് അപ്പുറത്ത് ചെന്നാൽ അതിശയിക്കുകയൊന്നും വേണ്ട. കാര്യം ഈ ഒരു പിന്നെ മുന്നണിക്കകത്ത് LDF നിന്ന് UDFിലോട്ട് ഇവർ വന്നപ്പോഴേ അതിൻ്റെ നേട്ടം ആകപ്പാടെ കിട്ടിയത് പ്രേമേന്ദ്രന് മാത്രമാണ്. പ്രേമേന്ദ്രന് MP ആവാൻ പറ്റി. നേരെ മറിച്ച് ഇവരപ്പുറത്തായിരുന്നുണ്ടെങ്കിലോ വേറൊരാൾക്ക് മന്ത്രിയാവാമായിരുന്നു. എത്രയോ പേർക്ക് എത്രയോ ബോർഡും കോർപ്പറേഷനും ഒക്കെ കിട്ടിയാൽ ഇതൊന്നുമില്ല. ഒരു പ്രേമേന്ദ്രന് മാത്രം പ്രയോജനം. ആ ഒരു സംവിധാനത്തിനകത്ത് ഇവർ മുമ്പോട്ട് പോകുമോ കൂടുതൽ കാലം? അപ്പം അവിടെയും എന്തോന്ന് പറ്റും. പിന്നെ ഈ അങ്ങനെ വരുന്നുണ്ടെ കോവൂർ കുഞ്ഞുമോൻ ഇപ്പോൾ ഈ ഏകാംഗ പാർട്ടികൾക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുത്തല്ലോ. ഇത് കൊല്ലം ജില്ലയിലെ ഒരേ ഒരു പിന്നോക്ക ദളിത് മണ്ഡലമാണ് ഈ കുന്നത്തൂർ. 15-20 വർഷമായിട്ട് അടിയുറച്ച് നിൽക്കുക കുഞ്ഞുമോൻ പിണറായിയുടെ പുറവിൽ. ഒരു ചെറിയൊരു പോസ്റ്റ് അയാൾക്ക് കൊടുത്തില്ല. അതിനകത്ത് പക്ഷേ അയാൾക്ക് ഇപ്പോഴ് ഈ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും പറ്റത്തില്ല. ഒരു മുന്നണി സംവിധാനത്തോട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ അതേപോലെ RJD ഈ വീരേന്ദ്രകുമാറിൻ്റെ മോൻ ശ്രേയംസ് കുമാറിൻ്റെ RJD അവരും അസംതൃപ്തരല്ലേ. ഇവരെല്ലാവരും ഭരണം പിണറായിയുടെ കയ്യിൽ നിന്ന് പോകും, ഇപ്പുറത്ത് UDFന് ഭരണം കിട്ടും എന്നൊരു നിഴലാട്ടമെങ്കിലും എവിടെയെങ്കിലും കണ്ടാൽ അവർ ആ സെക്കൻഡിൽ കളം മാറ്റും. അങ്ങനെ കേരള രാഷ്ട്രീയത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം ഈ ക്വാർട്ടർ ഫൈനലും അടുത്ത സെമി ഫൈനൽ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കാര്യം അത് പ്രാദേശികമായിട്ടുള്ള ഇലക്ഷനാണ്. ഇങ്ങനെ ചാനലുകാരും മീഡിയക്കാരും പറയുന്നുള്ളതൊക്കെ വേണ്ടി അതിന് കാര്യമൊന്നുമില്ല.
പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് കേരള രാഷ്ട്രീയത്തിനകത്ത് കാര്യമായിട്ടുള്ളൊരു പൊളിച്ചെഴുത്ത് മുന്നണി സംവിധാനത്തിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഈ പാലക്കാടും ചേലക്കരയും തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കാര്യങ്ങൾ അങ്ങനെ തന്നെ നോക്കണം നോക്കിക്കാണാൻ. ഓക്കെ. താങ്ക് യു.